Hello students, welcome again to computer science class. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ക്ലാസ്സിൽ നമ്മൾ ഫിഫ്ത്ത് ലെസൺ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ഒരു ആറാമത്തെ വീഡിയോ ആണ്. നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മളുടെ വീഡിയോയിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻസേർട്ടിങ് മ്യൂസിക് ആൻഡ് വീഡിയോ, അതായത് നമ്മൾ HTML യൂസ് ചെയ്തിട്ട് വെബ് ഡിസൈനിങ് ആണ് നമ്മളുടെ ലെസൺ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടാഗും കാര്യങ്ങളും ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ടോപ്പിക്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മ്യൂസിക്കും വീഡിയോ എങ്ങനെയാണ് നമ്മളുടെ വെബ് പേജിൽ ഇൻക്ലൂഡ് ചെയ്യുക, അത് ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ വെബ് പേജുകളിൽ അല്ലെങ്കിൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കറിയാം ടെക്സ്റ്റ് മാത്രമല്ല അല്ലേ, അതായത് ടെക്സ്റ്റ് ആദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റും ഇമേജുകളും മാത്രമായിരുന്നു. ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനിമേഷൻ അങ്ങനത്തെ മൾട്ടിമീഡിയ കണ്ടൻ്റ് ഉള്ള വെബ് പേജുകളാണ് അല്ലേ. അട്രാക്ഷന് വേണ്ടിയിട്ട് പിന്നെ അവരുടെ ഇൻഫർമേഷൻസൊക്കെ പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്, അനിമേഷൻസ്, വീഡിയോ അല്ലെങ്കിൽ മ്യൂസിക്, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു വെബ് പേജിൻ്റെ ഒരു ഇതിൽ കാണാറുള്ളത്. അപ്പോൾ നമുക്ക് വെബ് പേജിൽ രണ്ട് ടൈപ്പിലാണ് മൾട്ടിമീഡിയനെ ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് വെബ് ബ്രൗസർ, അതായത് നമ്മളുടെ വെബ് പേജിൽ രണ്ട് ടൈപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിമീഡിയ എലമെൻസിനെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഫസ്റ്റ് വൺ ഇൻലൈനായിട്ട്, നെക്സ്റ്റ് ആണ് എക്സ്റ്റേണൽ ആയിട്ട്. അപ്പോൾ ഇൻലൈൻ ആൻഡ് എക്സ്റ്റേണൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളതാണ് ഇനി പറയുന്നത്. അതായത് നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻലൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വെബ് പേജിൽ തന്നെ നമ്മളുടെ മൾട്ടിമീഡിയ എലമെൻസിനെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഓൾറെഡി ഒരു വെബ് പേജ് ഓപ്പൺ ചെയ്തു. ആ വെബ് പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ, അതായത് ഇൻലൈൻ ആയിട്ട് തന്നെ ഓൾറെഡി ഇതിൽ തന്നെ ഇപ്പോൾ മ്യൂസിക്കോ വീഡിയോയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വെബ് പേജിൻ്റെ കണ്ടൻ്റായിട്ട് അത് ഓൾറെഡി ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ എന്ന് പറഞ്ഞത് ഇൻലൈൻ എന്ന് പറഞ്ഞത്. ഓക്കെ, എക്സ്റ്റേണൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതായത് ഒരുപാട് വേറെ വീഡിയോസ് അല്ലെങ്കിൽ മ്യൂസിക്കൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ എക്സ്റ്റൻഷൻ നമുക്കറിയാം അല്ലേ, MP3, MP4, AVI, JPG അങ്ങനെ പറയുന്ന എക്സ്റ്റൻഷൻസ് ഉള്ള ഫയൽസിന് നമുക്ക് എക്സ്റ്റേണൽ ഫയലുകൾ ഉണ്ടായിരിക്കും. അതിന് നമ്മളുടെ വീഡിയോയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, അതാണ് എക്സ്റ്റേണൽ ഡാറ്റ എന്ന് പറയുന്നത്. അതായത് രണ്ട് ടൈപ്പിലുണ്ടെന്ന് പറഞ്ഞു, നമുക്ക് രണ്ട് ടൈപ്പിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും മൾട്ടിമീഡിയ എലമെൻസിനെ, ഇൻലൈനായിട്ടും എക്സ്റ്റേണൽ ഡാറ്റ ആയിട്ടും. ഇൻലൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫയൽസിനെ ആസ് ദ പാർട്ട് ഓഫ് പേജ് തന്നെ ആയിട്ട് ആ പേജിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആണ് എക്സ്റ്റേണൽ ആയിട്ട്, അതായത് നമ്മളുടെ വേറൊരു ഫയലായിട്ട് എക്സ്റ്റേണലായിട്ട് നമുക്ക് അതിൻ്റെ ലിങ്കാണ് പിന്നെ നമ്മളുടെ വെബ് പേജിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, അതാണ് എക്സ്റ്റേണൽ ഡാറ്റ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് ടൈപ്പിൽ നമുക്ക് നമ്മളുടെ സൗകര്യം പോലെ നമ്മളെങ്ങനെയാണ് വെബ് പേജ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ നമ്മളുടെ സൗകര്യം പോലെ നമുക്ക് ഈ രണ്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് മൾട്ടിമീഡിയ, അതായത് മൾട്ടിമീഡിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ മീഡിയാസ് അല്ലേ, ഓഡിയോ വീഡിയോ അങ്ങനത്തെ അല്ലെ, മ്യൂസിക്, വീഡിയോസ്, അനിമേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ വെബ് പേജിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം. അപ്പോൾ അതിൽ തന്നെ നമ്മൾ മ്യൂസിക്കും വീഡിയോ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ വെബ് പേജിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് ടൈപ്പിൽ പറ്റുമെന്ന് പറഞ്ഞു, ഇൻലൈൻ ആൻഡ് എക്സ്റ്റേണൽ. ഓക്കെ, ഇനി എങ്ങനെയാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടാഗുകൾ എന്താണെന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് കാണാൻ പോണത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളുടെ മ്യൂസിക്കിന് വീഡിയോനൊക്കെ നമ്മളുടെ വെബ് പേജിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അല്ലേ. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന HTML ടാഗാണ് എംബഡ് എന്ന് പറഞ്ഞ ടാഗ്. ഓക്കെ, എംബഡ്. അപ്പോൾ എംബഡഡ് ചെയ്യുക എന്നുള്ളൊരു മീനിങ്, അതായത് നമ്മളുടെ മ്യൂസിക്കും വീഡിയോയും നമ്മളുടെ വെബ് പേജിൽ എംബഡഡ് ചെയ്യുക എന്നുള്ള മീനിങ്ങിൽ എംബഡ് എന്ന് പറഞ്ഞതാണ്, EMBED, എംബഡ് എന്ന് പറഞ്ഞ ടാഗാണ്, HTML ടാഗാണ് നമ്മൾക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മൾട്ടിമീഡിയ എലമെൻറ്റ്സ് അല്ലെങ്കിൽ കൺട്രോൾസ്, അതായത് മൾട്ടിമീഡിയ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ ഒരുപാടുണ്ട് അല്ലേ, മ്യൂസിക് ആവാം, അതായത് ഓഡിയോ, വീഡിയോ, പിന്നെ അനിമേഷൻ, ഇതൊക്കെ ചേർന്നതാണ് മൾട്ടിമീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ മൾട്ടിമീഡിയയുടെ കൺട്രോൾ ഏതാണോ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കേണ്ടത് അത് ഈ എംബഡ് എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇപ്പോൾ സപ്പോസ് നമ്മൾ എംബഡ് എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു എലമെൻ്റ് അല്ലെങ്കിൽ ഒരു കൺട്രോളിനെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചു എന്ന് വിചാരിക്കുക. പക്ഷെ അത് നമ്മൾ കറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്തില്ല എന്ന് വിചാരിക്കുക വെബ് ബ്രൗസർ. അതായത് വെബ് ബ്രൗസർ ആ പേജ് കറസ്പോണ്ടിങ് പേജ് ഓപ്പൺ, നമ്മൾ ബ്രൗസർ യൂസ് ചെയ്തിട്ടാണ് അല്ലേ ഓപ്പൺ ചെയ്യുക വെബ് പേജുകളെ. അപ്പോൾ അത് കറസ്പോണ്ടിങ് ഓപ്പൺ ആയിട്ട് വന്നില്ല, അതായത് വെബ് ബ്രൗസർ അതിനെ സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു മെസ്സേജ് കാണിക്കണം അല്ലേ. അതായത് നമ്മൾ എംബഡഡ് ചെയ്യുന്ന വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ വർക്കിംഗ് ആയിട്ടില്ല, അതായത് ലോഡ് ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലോഡ് ആയില്ല എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നോ എംബഡ് എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്യും, അതായത് എംബഡഡ് ആയത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ,
അപ്പോൾ ഇനി നമ്മൾ എംബഡ് എന്ന് പറഞ്ഞ ടാഗിൻ്റെ ഉള്ളിൽ എന്താണോ കൊടുക്കുന്നത്, ഓക്കെ, അതാണ് എന്ത് നമുക്ക് ആ കറസ്പോണ്ടിങ് ഫയലാണ് നമുക്ക്, അല്ലേ, മ്യൂസിക് ആണെങ്കിൽ മ്യൂസിക്, വീഡിയോ ആണെങ്കിൽ ഈ വീഡിയോ, അതാണ് നമുക്ക് കറസ്പോണ്ടിങ് ഓപ്പൺ ആയിട്ട് ഇൻക്ലൂഡ് ആയിട്ടുണ്ടാവാം നമ്മുടെ വെബ് പേജിൽ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ്, അതായത് നമുക്ക് മ്യൂസിക്കോ വീഡിയോ എന്ത് വേണമെങ്കിലും അതിന് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന HTML ടാഗാണ് എംബഡ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി ഈ എംബഡിന് നമുക്കറിയാം ഒരു ടാഗ് പഠിക്കുമ്പോൾ അതിന് ഒരുപാട് ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരിക്കും, അല്ലേ. അപ്പോൾ അങ്ങനെ ഈ എംബഡ് എന്ന് പറഞ്ഞ ടാഗിൻ്റെ മെയിനായിട്ട് വരുന്ന കുറച്ച് ആട്രിബ്യൂട്ട്സ് ആണ്, അതായത് നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന കുറച്ച് ആട്രിബ്യൂട്ട്സിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞത്. അതിൽ ഫസ്റ്റ് ആട്രിബ്യൂട്ടാണ് SRC എന്ന് പറഞ്ഞത്, അതായത് സോഴ്സ്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോണത്, ഒരു മ്യൂസിക് ഫയലോ അല്ലെങ്കിൽ ഒരു വീഡിയോ, അല്ലേ, വീഡിയോ ഫയലോ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ വെബ് പേജിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പോകണം. അപ്പോൾ അതിന് എന്തായാലും ഒരു സോഴ്സ് കൊടുക്കണം, അല്ലേ, ഒരു URL ഉണ്ടായിരിക്കും അതിന് കറസ്പോണ്ടിങ്. അതിനെവിടെയാണ് സേവ് ചെയ്തിരിക്കുക, അതിൻ്റെ ലൊക്കേഷൻ എന്താണ്, അതിൻ്റെ പാത്ത് എവിടെയാണെന്നുള്ളത്, അതിനെന്താ SRC എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിലാണ് നമ്മൾ കാണിക്കുക. അതായത് നമ്മൾ മുന്നും കണ്ടിട്ടുണ്ട് സോഴ്സ്, അല്ലേ, ഇമേജ് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കേണ്ട കേസൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എന്താ, ഇമേജ് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ കറസ്പോണ്ടിങ് SRC കാണിക്കണം എന്ന് പറഞ്ഞു, അല്ലേ, അതായത് അതിൻ്റെ കറസ്പോണ്ടിങ് URL കാണിക്കണം. നമ്മൾ എവിടെയാണോ നമ്മളുടെ മ്യൂസിക്കോ അല്ലെങ്കിൽ ആ വീഡിയോ സേവ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് URL SRCയിൽ കൊടുക്കുക, സോഴ്സ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് SRC എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് ഹൈറ്റ് വിഡ്ത്ത്, നമ്മൾ ഓൾറെഡി ഒരുപാട് കണ്ടിട്ടുണ്ട്, ഒരുപാട് ആട്രിബ്യൂട്ടിന് കണ്ടിട്ടുള്ളതാണ്, അല്ലേ. ഇപ്പോൾ ഇമേജിന് ലാസ്റ്റ് കേസിൽ നമ്മളിപ്പോൾ ഇമേജിനെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കേണ്ട കേസ് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ, ഇമേജിന് എന്താ പറയുക സൈസ് പറയാൻ വേണ്ടി, അതായത് അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും പറയാൻ വേണ്ടിയിട്ട്. ഇതേപോലെ നമ്മളിപ്പോൾ എന്താണോ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നത്, അതായത് മ്യൂസിക് ഫയലായാലും വീഡിയോ ഫയലായാലും അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും, അല്ലേ, ഒരു വെബ് പേജിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്താ മ്യൂസിക് ഫയലും വീഡിയോ ഫയലും ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല, അല്ലേ, നമ്മൾക്ക്. അപ്പോൾ അതിന് എന്താ സൈസ് പറയാം, അതായത് അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും പറയാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞ രണ്ട് ആട്രിബ്യൂട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് അലൈൻ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് നമുക്കറിയാം, അല്ലേ, അലൈൻ സെൻറ്റർ, റൈറ്റ്, ലെഫ്റ്റ്, അല്ലേ, അത് നമ്മൾ കണ്ടിട്ടുണ്ട്. എവിടെയാണോ ഈ മ്യൂസിക് ഫയലിനെ അലൈൻ ചെയ്യേണ്ടത്, ഇപ്പോൾ അതിൻ്റെ പൊസിഷൻ എവിടെയാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അലൈൻ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്. നെക്സ്റ്റ് ആണ് ഓൾട്ടർനേറ്റീവ് എന്നുള്ള മീനിങ് ആണ്, അതും നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു, അല്ലേ. എന്തായിരുന്നു ഓൾട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മളുടെ മ്യൂസിക് ഫയലോ ഏതോ ഇൻക്ലൂഡ് ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊരു മെസ്സേജ് കാണിക്കണം, അല്ലേ. ഇപ്പോൾ അത് ഇൻക്ലൂഡ് ആയില്ലോ അല്ലെങ്കിൽ ലോഡിങ്, അല്ലേ, നമ്മളിപ്പോൾ ചില മ്യൂസിക് ഫയൽസൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ വെബ് പേജിൽ കാണും ഇങ്ങനെ ലോഡിങ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ, ഇല്ലേ, അങ്ങനത്തെ കാര്യങ്ങൾ, അതായത് എക്സ്ട്രാ നമ്മളുടെ മെസ്സേജുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ALT എന്ന് പറഞ്ഞ ഓൾട്ടർനേറ്റീവ് എന്നുള്ള മീനിങ് ALT എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വേറൊരു ഇമ്പോർട്ടൻ്റ് ആട്രിബ്യൂട്ടാണ് ഹിഡൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ എംബഡഡ് ചെയ്യുന്ന കണ്ടൻറ്റ് നമുക്ക് എന്താ പറയുക കമ്പോണൻറ്റിനെ നമുക്ക് വിസിബിൾ ആക്കാൻ പറ്റും. ഓക്കെ, അതായത് എംബഡഡ് ചെയ്യണ കണ്ടൻറ്റ് ചിലപ്പോൾ നമുക്ക് ഹിഡൻ ആക്കിയിടാം. ഓക്കെ, ചില വീഡിയോ ഫയൽ ഓപ്പൺ ചെയ്ത് വന്നാലും നമ്മളതിനെ കാണില്ല, അല്ലെങ്കിൽ മ്യൂസിക് ഫയൽ ഓപ്പൺ ആയാലും എന്താ അതിന് നമ്മൾ കാണില്ല, ബാക്ക്ഗ്രൗണ്ടിൽ അതൊരു വർക്കിംഗ് ആയിരിക്കും. അങ്ങനത്തെ ഒരു കേസിൽ നമുക്ക് അതിനെ ഹിഡൻ ആക്കി വെക്കാം, അതായത് വിസിബിൾ ആക്കാനും ഇൻവിസിബിൾ ആക്കാനും പറ്റും. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് ഹിഡൻ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതിന് രണ്ട് വാല്യൂസ്, ഹിഡൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് വാല്യൂ കൊടുക്കും, ആ ആട്രിബ്യൂട്ടിന് എന്തായാലും ഒരു വാല്യൂ കൊടുക്കേണ്ടി വരും, അല്ലേ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആണ് കൊടുക്കുക. ബൈ ഡിഫോൾട്ടായിട്ട് ട്രൂ ആയിരിക്കും, അതായത് നമുക്ക് എന്താ നമ്മുടെ വെബ് പേജിൽ ആ ഇമേജ് ഫയലോ വീഡിയോ ഫയലോ ഓഡിയോ ഫയലോ നമുക്ക് എന്താ ഓപ്പൺ ചെയ്തിട്ട് വരണം, അല്ലേ, നമുക്ക് കാണണം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡിഫോൾട്ട് വാല്യൂ എന്ന് പറഞ്ഞത് എന്തായിരിക്കും, ട്രൂ ആയിരിക്കും. ഇനി അതല്ല നമുക്ക് അതിനെ ഹൈഡ് ചെയ്ത് വെക്കണം എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ എന്ത് കൊടുക്കുക, അതിൻ്റെ വാല്യൂ ഹിഡൻ ഈക്വൽ ടു എന്ത് കൊടുക്കുക, ഫാൾസ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ അത് ഹൈഡ് ചെയ്ത് വരും. ഓക്കെ, അതായത് നമ്മൾ എംബഡഡ് അതിനെ കണ്ടന്റിനെ കാണില്ല, നമുക്ക് ഹൈഡ് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എക്സാമ്പിളായിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, എംബഡഡ് എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്തു. അതിനെന്തായാലും മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ആട്രിബ്യൂട്ടാണ് സോഴ്സ്, അല്ലേ. നമ്മൾ എംബഡഡ് ചെയ്യാൻ പോണത് ഓഡിയോ ഫയലായാലും വീഡിയോ ഫയലായാലും അതിൻ്റെ സോഴ്സ് കാണിക്കണം, URL കാണിക്കണം. അപ്പോൾ നമ്മൾ അതിന് കറസ്പോണ്ടിങ് സോങ് 1 അതായത് MP3 ഫയലാണ്, song1.mp3 ആണ് അതാണ് നമ്മളുടെ URL. ദെൻ കറസ്പോണ്ടിങ് വിഡ്ത്തും ഹൈറ്റും കൊടുത്തു. ഓക്കെ, നമ്മളിപ്പോൾ ഇത്ര ഇതിൽ കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കതല്ലാതെ നമുക്ക് അലൈൻ ചെയ്യാം, ഓൾട്ട് കൊടുക്കാം, ഹിഡൻ കൊടുക്കാം. ഇപ്പോൾ ഹിഡൻ കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ടായിട്ട് അത് ട്രൂ ആണ്, അതായത് അത് ഓപ്പൺ ആയിട്ട് വരും. അല്ലാത്ത കേസാണെങ്കിൽ നമുക്ക് എന്താ ഹിഡൻ ഈക്വൽ ടു ഫാൾസ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ദെൻ അതിന് ശേഷം എന്ത് ചെയ്തു, എംബഡ് എന്ന് പറഞ്ഞ ടാഗ് കണ്ടെയ്നർ ടാഗ് ആണ്. അപ്പോൾ അതിനെ മസ്റ്റായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ക്ലോസ് ചെയ്ത് കാണിക്കണം.
ഓക്കെ. അപ്പോൾ ഇത് ചോദിച്ച് കാണാറുണ്ട്, എംബഡ് എന്ന് പറഞ്ഞ ടാഗും അതിൻ്റെ ആട്രിബ്യൂട്ട്സും, അല്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് വീഡിയോ ആൻഡ് ഓഡിയോ ഫയൽസ് അല്ലെങ്കിൽ മ്യൂസിക് ഫയൽസിനെ വെബ് പേജിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളത്. ഓക്കെ. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് മെയിൻ ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് നമ്മൾ പറഞ്ഞു. സോഴ്സ് അല്ലേ, ദെൻ ഹൈറ്റ്, വിഡ്ത്ത്, അത് നമ്മൾ ഓൾറെഡി അറിയുന്നതാണ്. അലൈൻ, ഓൾട്ട്, ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. പിന്നെ വരുന്ന മെയിൻ ആയിട്ടുള്ള ആട്രിബ്യൂട്ടാണ് ഹിഡൻ. അതായത് നമ്മളുടെ എംബഡഡ് ചെയ്യുന്ന കമ്പോണൻറ്റിനെ നമുക്ക് വിസിബിൾ ആക്കി വെക്കണോ അല്ലെങ്കിൽ ഇൻവിസിബിൾ ആക്കി വെക്കണോ എന്നുള്ളതിൻ്റെ വാല്യൂ സെറ്റ് ചെയ്യാൻ വേണ്ടി, അതിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൈ ഡിഫോൾട്ട് ഇപ്പോൾ അതിൻ്റെ വാല്യൂ ട്രൂ ആണ്. അതായത് നമ്മളിപ്പോൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അതെന്താ ഓപ്പൺ ആയിട്ട് വരും, ഹൈഡായി നിൽക്കില്ല. ഇനിയിപ്പോൾ നമുക്ക് ഹൈഡ് ആക്കി വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ വാല്യൂ ഫാൾസ് ആയിട്ട് കൊടുക്കുക, സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇതിനൊരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് പറയുന്നതാണ്, നമ്മൾ പറഞ്ഞു എന്താ, ഇപ്പോൾ ചില വെബ് പേജുകൾ, ഇപ്പോൾ നമ്മൾ വെബ് പേജിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, മ്യൂസിക് ഫയൽസിനോ അല്ലെങ്കിൽ വീഡിയോ ഫയൽസിനോ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാനുള്ളൊരു ഇതാണ് നമ്മൾ കണ്ടത് അല്ലേ. ഇനി നമ്മളിപ്പോൾ ചിലപ്പോൾ ചില വെബ് പേജുകൾ ഇങ്ങനെ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്കൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നതൊക്കെ ആയിട്ട് കാണാറുണ്ട്. നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ ആമസോൺ അങ്ങനത്തെ അവരുടെയൊക്കെ സൈറ്റ് എടുക്കുമ്പോൾ അതിൽ ഓൾറെഡി വീഡിയോസ് ഇങ്ങനെ ലോഡായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതേപോലെ തന്നെ മ്യൂസിക് ഫയൽസ്, ഇപ്പോൾ നമ്മൾ മ്യൂസിക്കൊക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള സൈറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും വെബ് പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഡൗൺലോഡ് ചെയ്യേണ്ട മ്യൂസിക് നമ്മൾ ഏതാന്ന് നോക്കുമ്പോൾ അതെന്താ, ആ പേജ് ഓപ്പൺ ആകുമ്പോൾ തന്നെ ആ മ്യൂസിക് ചിലപ്പോൾ നമുക്ക് പ്ലേ ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, മ്യൂസിക്കൊക്കെ കൊടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് നമ്മൾ കാണാൻ പോണത്. അതായത് നമുക്ക് ഇൻലൈനായിട്ട് തന്നെ, മറ്റേതൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഓൾറെഡി ഓഡിയോ ഫയലും വീഡിയോ ഫയലും ഉണ്ട്, അതിനെ നമ്മളുടെ വെബ് പേജിലേക്ക് ജസ്റ്റ് ഇൻക്ലൂഡ്, അതായത് വെബ് പേജ് ഓപ്പൺ ചെയ്ത് വന്നതിന് ശേഷമാണ് നമ്മളെ ഓഡിയോയും വീഡിയോയും ഒക്കെ അതിലേക്ക് വരുന്നുണ്ടായിരിക്കുക. ഇനി നമ്മൾ വെബ് പേജ് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ തന്നെ, അതായത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നമുക്ക് മ്യൂസിക് അല്ലെങ്കിൽ വീഡിയോ അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻലൈനായിട്ട് ചെയ്യാന്ന് പറഞ്ഞത് അല്ലേ. 2 മെത്തേഡിൽ ചെയ്യാന്ന് പറഞ്ഞു, എക്സ്റ്റേണലായിട്ടും ഇൻലൈനായിട്ടും ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഓഡിയോ നമുക്ക് ഇൻലൈനായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ആ വെബ് പേജിൽ തന്നെ അതിൻ്റെ കണ്ടൻ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് BG സൗണ്ട് എന്ന് പറഞ്ഞ ടാഗ്. ഓക്കെ. BG സൗണ്ട്, ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ BG സൗണ്ട് എന്ന് പറഞ്ഞ ടാഗാണ് നമ്മൾ ഇൻലൈനായിട്ട്, അതായത് ഒരു വെബ് പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് മ്യൂസിക് വേണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതല്ല, ഇനിയിപ്പോൾ നമ്മൾ വെബ് പേജ് ഓപ്പൺ ആയി കഴിഞ്ഞ് ലോഡായതിന് ശേഷമാണ് നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മളുടെ ഓഡിയോയും വീഡിയോയും ഓപ്പൺ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അപ്പോൾ യൂസ് ചെയ്യുന്നതാണ്. അത് എക്സ്റ്റേണലായിട്ട് ഫയലുകൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എംബഡ് എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. BG സൗണ്ടും എംബഡും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. BG സൗണ്ടിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്കാണ് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റുക. ഓക്കെ. അപ്പോൾ BG സൗണ്ട് എന്ന് പറഞ്ഞ ടാഗ് പറയുമ്പോൾ ഇനി എന്തുണ്ടായിരിക്കും, അതിൻ്റെ കുറച്ച് ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരിക്കും അല്ലേ. ആ ആട്രിബ്യൂട്ട്സ് എന്താണെന്നാണ് നമ്മളിവിടെ കാണാൻ പോണത്. ഓക്കെ. ഫസ്റ്റത്തെ ആട്രിബ്യൂട്ടാണ് വോളിയം. ഓക്കെ. നമുക്ക് വോളിയം കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ചില വെബ് പേജ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ അതിൽ നമ്മൾ പാട്ടുകൾ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരിക്കും, അതിൻ്റെ വോളിയം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ളതാണ് വോളിയം എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. അതായത് സോഫ്റ്റ് ആക്കണോ ഹാർഡ് ആക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് വോളിയം എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ആണ് SRC ആൻഡ് href. അതായത് നമ്മളിപ്പോൾ അതിലെന്തായാലും നമ്മൾ ഇൻലൈനായിട്ട് മ്യൂസിക് ഫയൽ വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സോഴ്സ് എവിടെയെന്നാണ് കാണിക്കണം അല്ലേ. അതായത് സോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണ് സേവ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഇതിൽ, അങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മൾ കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് SRC ആൻഡ് href. അതായത് ഹൈപ്പർ റെഫറൻസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ, ലിങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹൈപ്പർ റെഫറൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടി അതേപോലെ തന്നെ ഹൈപ്പർ റെഫറൻസ്, ആ റെഫറൻസിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അതായത് BG സൗണ്ടിൻ്റെ സോഴ്സ് അല്ലെങ്കിൽ URL കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് SRC ആൻഡ് href എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടുകൾ. നെക്സ്റ്റ് ലൂപ്പ് എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട്. അതായത് നമ്മൾ പറഞ്ഞു വെബ് പേജിൽ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും അല്ലേ. ചിലപ്പോൾ ഒരു ചെറിയൊരു ഡിലേ പോലെ കാണിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ എന്നാലും ആ വെബ് പേജ് എപ്പോൾ ഓപ്പൺ ചെയ്താലും അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചില മ്യൂസിക്കുകൾ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനെ ഇൻഫിനിറ്റി, അതായത് അതിൻ്റെ ഡ്യൂറേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ്
ലൂപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഡിറ്റർമിൻ ദ ഡ്യൂറേഷൻ ഓഫ് ദ പ്ലേ, എത്ര പ്ലേ ഇതാക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡ്യൂറേഷൻ എങ്ങനെ ലൂപ്പിന് വാല്യൂ കൊടുക്കണം. ലൂപ്പ് എന്ന് പറഞ്ഞാൽ ആട്രിബ്യൂട്ടാന്ന് പറഞ്ഞു, അപ്പോൾ എന്തായാലും നമ്മൾ അതിനൊരു വാല്യൂ കൊടുക്കണം അല്ലേ. അതിൻ്റെ വാല്യൂ നമ്മൾ എന്താ ഇൻഫിനിറ്റ് ആണ് സെറ്റ് ചെയ്യുക. അതായത് മീൻസ് എന്താ ഇൻഫിനിറ്റ് സെറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ആ പേജ് നമ്മൾ വ്യൂ ചെയ്യുന്നത് എത്ര വരെ വ്യൂ ചെയ്യേണ്ടത്, എത്ര നേരം വ്യൂ ചെയ്യേണ്ടത് അത്രയും സമയം എന്താ ആ മ്യൂസിക് ഫയൽ ഇങ്ങനെ അല്ലേ ലൂപ്പ് ചെയ്തുകൊണ്ട്, അതായത് ഇൻഫിനിറ്റ് ആയിട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ലൂപ്പ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിന് നമ്മൾ എന്ത് ചെയ്യും, ഇൻഫിനിറ്റ് ആയിട്ടാണ് നമ്മൾ അതിൻ്റെ വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കുക. ദാറ്റ് മീൻസ് എന്താ ആ വെബ് പേജിൽ ആ മ്യൂസിക് ഫയൽ ഇങ്ങനെ ഇൻഫിനിറ്റ്, അതായത് റിപ്പീറ്റ് ആയിട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. BG സൗണ്ട് അല്ലേ, BG സൗണ്ട് എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്തു. അതിന് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ആട്രിബ്യൂട്ട് പറഞ്ഞു അല്ലേ, SRC, അതായത് സോഴ്സ് കാണിക്കണം എന്ന് പറഞ്ഞു അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ്, ഏതാണോ മ്യൂസിക് ഫയൽ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കേണ്ടത് അത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് നെയിം, അതായത് പാത്ത് കാണിക്കണം. ഇവിടെ song1.mp3 എന്ന് പറഞ്ഞു, നമുക്ക് എവിടെയാണോ നമ്മളുടെ സോങ്, എന്താണോ നമ്മളുടെ സോങ്ങിൻ്റെ URL അത് കാണിക്കുക. ദെൻ ലൂപ്പ് ഈക്വൽ ടു ഇൻഫിനിറ്റ് എന്ന് കാണിച്ചു, അതായത് എന്താ അതിൽ ആ മ്യൂസിക് ഫയൽ എന്താ റിപ്പീറ്റഡ് ആയിട്ട് എത്ര നേരം ആ വെബ് പേജ് നമ്മൾ യൂസ് ചെയ്യേണ്ടോ അത്രയും ടൈം, അതായത് ഇൻഫിനിറ്റ് ആയിട്ട് എന്താ അതിങ്ങനെ ആ മ്യൂസിക് ഫയൽ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ അത് ലൂപ്പ് ഈക്വൽ ടു ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തു. ഓക്കെ, ഇതാണ് BG സൗണ്ട് എന്ന് പറഞ്ഞ നമ്മളുടെ ടാഗ്. എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ എന്തിനു വേണ്ടിയിട്ട് ഇൻലൈനായിട്ട് മ്യൂസിക് ഫയൽസിനെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കണ്ടു അല്ലേ എങ്ങനെയാണ് മ്യൂസിക് ഫയലിനെയും വീഡിയോനെയും ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നത്. 2 ടൈപ്പിലുണ്ടെന്ന് പറഞ്ഞു, ഇൻലൈനായിട്ടും എക്സ്റ്റേണൽ ഡാറ്റ ആയിട്ടും കൊടുക്കാമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ഡാറ്റയുടെ കേസ് പറഞ്ഞപ്പോൾ പറയുന്നതാണ് എംബഡ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്. അതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും, അതായത് മ്യൂസിക്കും കൊടുക്കാം വീഡിയോയും കൊടുക്കാം അല്ലേ. എന്താണോ നമ്മുടെ ഫയൽ അതിന് എംബഡ് എന്ന് പറഞ്ഞ ടാഗിൻ്റെ ഉള്ളിൽ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആട്രിബ്യൂട്ട്സും കണ്ടു. ഇനി ഇൻലൈനായിട്ട് എങ്ങനെയാണ് കൊടുക്കുക, അതായത് ഇൻലൈനായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ എങ്ങനെയാണ് നമുക്ക് മ്യൂസിക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്ലേ ചെയ്യേണ്ടത് എന്നുള്ളൊരു കേസാണ് നമ്മളിവിടെ കണ്ടത്. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് BG സൗണ്ട് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് അല്ല, BG സൗണ്ട് എന്ന് പറഞ്ഞ ടാഗും അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടുകളാണ് നമ്മളിവിടെ കണ്ടത്. മെയിനായിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് വരുന്നതാണ് സോഴ്സ്, ദെൻ പിന്നെന്താ ലൂപ്പ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത നമ്മൾ ഡിസ്കസ് ചെയ്ത ക്ലാസ് ടോപ്പിക് ഇന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. ഓക്കെ, ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്.